നിങ്ങൾക്ക് എന്ത് അധികാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണുള്ളത്? ഒരു യൂട്യൂബ് ചാനൽ വിട്ടിട്ട് എന്ത് തോന്നിവാസം വിളിച്ച് പറയാമെന്നാണോ മാധ്യമ സിൻഡിക്കേറ്റിലിരിക്കുന്ന അവതാരകന്മാരൊക്കെ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് തോന്നിയ നിങ്ങൾ ആർക്കോ വേണ്ടി നിങ്ങൾ RSSൻ്റെ അടിമകളാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. ഇങ്ങോട്ട് പൊതുജനങ്ങൾക്കിടയിലൊക്കെ ഇങ്ങനത്തെ അപരാധങ്ങൾ പറഞ്ഞുകൊണ്ട് വരാനായിട്ട് നിൽക്കരുത് മക്കളെ. വേടൻ ആരാണെന്നും എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടതെന്നും എല്ലാം കേരളത്തിൽ ഓരോ കുഞ്ഞു പിള്ളേർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ വന്നിട്ട് പരാമർശം നടത്തുകയാണ്, വേടനെതിരെ ഇങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ വേടനെ അനുകൂലിച്ചുകൊണ്ട് കുറേ പേര് വരുന്നു. ഈ വേടനെ അനുകൂലിക്കുന്ന ആളുകൾ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ അതിക്രമിക്കുന്നു, അവരെ ഫോണിൽ വിളിക്കുന്നു, സൈബർ അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, പല വിഷയങ്ങളും നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്തിനാണ് ഇത്രയും 5 വർഷം വേണ്ടി വന്നോ ഈ ഡോക്ടറിന് ഈ കാര്യങ്ങൾ പീഡനമായിരുന്നു മനസ്സിലാവാനായിട്ട്? അത് സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് മനസ്സിലാവുമല്ലോ ഇങ്ങനൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ഒരു പരാതി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വേടനെതിരെ വന്നിരിക്കുന്ന പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് വേടനെ ഇങ്ങനെ ഒരു കുറ്റക്കാരനാക്കണം, വേടൻ ഇങ്ങനെയാണ്, വേടൻ ഇങ്ങനെ മതി എന്നാണ് നിങ്ങളുടെ ധാർഷ്ട്യമെങ്കിൽ, വേടൻ അങ്ങനെയല്ല എന്ന് ഊന്നി പറയാനായിട്ട് ഈ ചാനൽ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. വേടൻ ഇങ്ങനെയല്ല എന്ന് വേടൻ